കേരളത്തെ ലഹരി മുക്തമാക്കാനുള്ള ആഭ്യന്തര വകുപ്പിന്റെ ജനകീയ ദൗത്യമായ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ജ്വാല 2026 വനിതാ സംഗമം ഇന്ന് കൊല്ലത്ത് നടക്കും. വൈകിട്ട് 4 മണിക്ക് കൊല്ലം കോർപ്പറേഷൻ ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വനിതാ സംഗമത്തിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 2000-ഓളം വനിതകൾ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ചേരുകയാണ്. സുധീഷ്, ലഹരി വിരുദ്ധ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുക, അതോടൊപ്പം സമൂഹത്തിൻ്റെ പങ്കാളിത്തം ഉറപ്പാക്കുക, ഇതൊക്കെയാണല്ലോ ഈ തൂഫാൻ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിപാടികളുടെയൊക്കെ ഉദ്ദേശം. അതുതന്നെയല്ലേ ഇപ്പോൾ ഇന്ന് നടക്കുന്ന ഈ വനിതാ സംഗമത്തിൻ്റെയും പ്രധാന ലക്ഷ്യം? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടാണ് കൊല്ലം ജില്ലയിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനും കൂടുതൽ ജനകീയമാക്കുന്നതിനും കൂടുതൽ അന്വേഷണങ്ങളും കൂടുതൽ കണ്ടെത്തലുകളും കൂടുതൽ ഈ ഒരു ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് മുന്നിട്ടിറങ്ങുന്നതിന്റെ ഭാഗം കൂടിയായിട്ടാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു പ്രോഗ്രാം ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ജ്വാല 2026 വനിതാ സംഗമം എന്നുകൂടിയാണ് ഈ പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത്. അതായത് ഈ ലഹരി ഉപയോഗിക്കുന്നത് മൂലം കൂടുതലും സംഭവിക്കുന്ന കുടുംബങ്ങൾ ശിഥിലമാകുന്നു. ആ കുടുംബങ്ങളിൽ സാധാരണയായി സ്ത്രീകൾക്കും അമ്മമാർക്കും ഒക്കെ നേരിടുന്ന പലവിധ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ബുദ്ധിമുട്ടുകളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് വനിതകളെ ഈ ഒരു പോരാട്ടത്തിലേക്ക് മുന്നിട്ടിറക്കിക്കൊണ്ട്, അതായത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കേരള പോലീസ് വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് പലയിടത്തിലും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം മുൻ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഇപ്പോൾ പലയിടങ്ങളിലും ലഹരി വ്യാപനം തടയുന്നതിന് കേരള പോലീസിന് സാധിക്കുന്നു. കൊല്ലം ജില്ലയിലും അത്തരത്തിലുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ഒപ്പം തന്നെ ഡാൻസ് ഓഫ് എന്ന പ്രത്യേക സംഘം, അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലും നിരവധി കേസുകളാണ് ഇത്തരത്തിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതുവരെ ഈ തൂഫാന്റെ ഭാഗമായിട്ട് മാത്രം 563 കേസുകൾ കൊല്ലം ജില്ലയിൽ കൊല്ലം സിറ്റി പോലീസിന്റെ പരിധിയിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇതിൽ 355 കേസുകൾ NDPS നിയമപ്രകാരവും 208 കേസുകൾ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട കേസാണ്. ഏറ്റവും കൂടുതൽ ഈ കൊല്ലം സബ് ഡിവിഷനിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ, 246 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പിന്നീട് ചാത്തന്നൂർ, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിലും ഒക്കെ തന്നെ നിരവധി കേസുകൾ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ ഇവരുടെ പരിശോധനകളിലും ഈ റെയ്ഡുകളിലും ഒക്കെ വ്യക്തമാകുന്നത് ഈ ഓപ്പറേഷൻ തൂഫാന് തൊട്ട് മുൻപ് വരെ രാസലഹരി, അതായത് MDMA ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ കൂടുതലായി പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ ഒരു കുറവ് സംഭവിച്ചിരിക്കുന്നത് പോലീസ് സമ്മതിക്കുന്നുണ്ട്. കാര്യം രാസലഹരി കൂടുതലായി കണ്ടെത്താൻ ഇവർക്ക് കഴിയുന്നില്ല, കേരള പോലീസിന്. അല്ലെങ്കിൽ ഈ ജില്ലയിൽ ഇത്തരത്തിൽ ഇതിന്റെ ഒരു കടന്നുവരവ് ബാംഗ്ലൂരിൽ നിന്നും മറ്റുമൊക്കെയാണ് ഇത്തരം രാസലഹരി പദാർത്ഥങ്ങൾ ഇവിടേക്ക് വ്യാപകമായി എത്തുന്നത്. ഇത് തടയുന്നതിന് സാധിക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപം പോലീസ് സംവിധാനം നേരിടുന്നുണ്ട്. പക്ഷേ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളും ഒപ്പം തന്നെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ഒക്കെ ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ പിടികൂടുന്നതിന് പോലീസിന് സാധിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇതിനൊക്കെ ഒരു തടസ്സമായി, അല്ലെങ്കിൽ ഇതിനൊക്കെ ഇടയിൽ നിൽക്കുന്ന ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് രാസലഹരി MDMA ഈ ജില്ലയിലേക്കുള്ള വരവിനെ തടയുന്നതിന് ഈ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം കുട്ടികളുടെ ഇടയിൽ ഇത് കൂടുതൽ വ്യാപകമാകുന്നു. വിദ്യാർത്ഥികൾ തന്നെ ഇതിന്റെ വിതരണക്കാരും ഒപ്പം ഇതിന്റെ എത്തിക്കുന്ന ആൾക്കാരും ഒക്കെയായി മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെ തന്നെയാണ് കൊല്ലം ജില്ലയെ ലഹരി മുക്തമാക്കുക എന്നൊരു പദ്ധതിയുടെ ഭാഗമായി ജ്വാല 2026 വനിതാ സംഗമം ഇന്ന് കൊല്ലം സാക്ഷിയാകുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ആണ് ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ പരിപാടിയുടെ സംഘാടകർ കൊല്ലം സിറ്റി പോലീസ് ആണ്. ഒപ്പം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കൂടാതെ ജില്ലയിൽ നിന്നുള്ള MLA-മാരും മന്ത്രിമാരും ഒപ്പം ജനപ്രതിനിധികളും MP-മാരും ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കും. അതിനുശേഷം ഈ വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു ജ്വാല കൂട്ടായ്മയും ഒപ്പം ഒരു സന്ദേശ യാത്രയും ഒക്കെ ഈ പരിപാടിയുടെ ഭാഗമായി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഏതായാലും ജില്ലയിലേക്ക് എത്തുന്ന ലഹരി വ്യാപനം അത് തടയുക, ലഹരിയുടെ വേരറുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കൊല്ലം സിറ്റി പോലീസ് ഇത്തരത്തിലൊരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ശരി, സുധീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കൊല്ലത്ത് തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ജ്വാല 2026 വനിതാ സംഗമം ഇന്ന് വൈകിട്ട് കൊല്ലത്ത് നടക്കും.